നിങ്ങൾ ചെന്ന ഉടനെ സോറി പറയണം. അച്ഛനും വാച്ച. ഞാൻ വരാം. നിങ്ങൾ ചെന്ന് സോറി പറ ആദ്യം. ചെല്ലേ. അമ്മേ, ഞങ്ങളെന്തെങ്കിലും സഹായിക്കണം അമ്മേ. അമ്മ സോറി അമ്മ. എനിക്ക് നിങ്ങളെ സോറി ഒന്നും വേണ്ട. എന്നാ പുഷ്പ ഇത്? പിള്ളേര് സോറി പറയുമ്പോ അങ്ങ് അംഗീകരിക്കണ്ടേ? എനിക്ക് സൗകര്യമില്ല. അത് നിന്റെ വാശിയാകട്ടോ. വാശി അങ്ങ് കണക്കായി പോയി. പിള്ളേരൊരു തെറ്റ് മനസ്സിലാക്കി സോറി പറയുമ്പോ നമ്മളല്ലേ അത് അംഗീകരിച്ചു കൊടുക്കണ്ടത്? അത് എന്റെ സ്ഥാനത്തെത്തുമ്പോ ഇവർക്ക് മനസ്സിലാവുള്ളൂ. അയ്യോ അമ്മ ക്ഷമിക്കമ്മ. അമ്മ ഞങ്ങൾ ഇനി അങ്ങനെ ചെയ്യത്തില്ല. ഞങ്ങൾ അവന് പൊന്നോള് നോക്കിക്കോളാം. അതെ അമ്മ, ഇനി എന്തൊക്കെ വന്നാലും ഞങ്ങളെല്ലാം സെറ്റ് ആയിക്കോളാം. കഥയല്ലേ, പ്ലീസ് അമ്മേ അവരെ ക്ഷമിക്കമ്മേ. എനിക്കെന്തെങ്കിലും പറ്റിപ്പോയാ ഇവനെ നോക്കേണ്ടതാരാ? അല്ലേ? അങ്ങനെയുള്ള നിങ്ങൾ ഇങ്ങനെ കളിച്ചാൽ ഞാൻ എന്താ ചെയ്യുക? അമ്മ അങ്ങനൊന്നും പറയല്ലമ്മ. അമ്മ അമ്മ കരയില്ല, ഞങ്ങൾ നോക്കിക്കോളാം. സാരമില്ല, എനിക്ക് സങ്കടമൊന്നുമില്ല. മോനെ ഓടിപ്പോ ഒരു ഫോട്ടോ എടുത്തേ. ഇത് അപൂർവമായ ഒരു സീനാ. അന്ന് ഒരുപാട് ദൂരെ പോകണ്ട, ഇവിടെ അങ്ങ് എടുത്താൽ മതി. വൈകിട്ടൊന്നും എടുക്കണ്ട. എന്തോന്ന് അപൂർവമായ സീന്? അമ്മമാരാകുമ്പോ ദേഷ്യം വന്ന മക്കളെ തല്ലും ചീത്ത പറയലും ചെയ്യും അല്ലേ മക്കളെ? അതെല്ലാം അങ്ങനെ. പീക്കരി അല്ല പോക്കിരി. പോടാ നിന്റെ കൈ എടുത്തിട്ട്. പുഷ്പേ. സരസ്വതി വിളയാട്ടം തുടങ്ങി. ഞാൻ പോയി നോക്കാം. ഇതെല്ലാം അരിഞ്ഞു വെച്ചാട്ടെ. നിങ്ങളുടെ ജോലി നടക്കട്ടെ. അച്ഛന് വേറൊരു ജോലിയുണ്ട്. മിഷൻ പ്രകാശൻ. എന്താ അമ്മ വിളിച്ചേ? അയ്യോ മക്കളെ, എൻ്റെ കാലിന് ഭയങ്കര വേദനയാടി. വേദന സഹിക്കാൻ പറ്റുന്നില്ല എനിക്ക്. പതുക്കെ പിടിക്കും. ഓരോരാളെ വർത്താനം കേട്ടിട്ട് കാലുവേദനയാണ് നടുവേദനയാണ്. അമ്മക്ക് വട്ട അമ്മേ. എന്നാ പറഞ്ഞ? എനിക്ക് വട്ടാണെന്നാ? ഇപ്പൊ കാലുവേദന പോയാ? ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയതാ. നീ എന്നെ ടെസ്റ്റ് ചെയ്തായോടി? നീ ടെസ്റ്റ് ചെയ്താ അതെ ഈ കാണുന്നത്. ഇത് ഞാൻ തയ്ച്ചതാ? കടക്കാരൻ തയ്ച്ചതല്ലേ? അയ്യോ കടക്കാരൻ നീ പറഞ്ഞു തയ്പ്പിച്ചതാ, മനഃപൂർവ്വം തയ്പ്പിച്ചാ. ഞാൻ എന്തിനാ അമ്മ അങ്ങനെ മനഃപൂർവ്വം ചെയ്യേണ്ടത്? എന്തിനാ അമ്മ ഇങ്ങനത്തെ എല്ലാം കുറ്റങ്ങൾ എന്റെ മേത്ത് പറയുന്നത്? നീ ഇതും ചെയ്തിട്ട് അപ്പുറം ചെയ്യുമെന്ന് എനിക്കറിയാം. സാധാരണ സുഖമില്ലാണ്ടിരുന്നു കഴിഞ്ഞാല് എല്ലാരും എവിടെയെങ്കിലും അടങ്ങി ഒതുങ്ങി ഇരിക്കുകയോ ഒരു മൂലക്ക്. എന്നെ കുറ്റം പറയാൻ വേണ്ടി നിങ്ങൾക്ക് 1000 നാവുണ്ടല്ലോ. ഓഹോ, നീ ഇപ്പൊ എന്നെ മേലേക്ക് വരുവാ? എന്നെ ചീത്ത വിളിക്കാൻ വരുവാണോടി? അമ്മ കാലിന്റെ അടിയിൽ എന്തോ പോയി. എന്നതാടി അത്? ഇപ്പൊ കാലുവേദന പോയില്ലേ? കറങ്ങാരി തിരിയാനെല്ലാം പറ്റിയില്ലേ? എടി നീ എന്നെ ടെസ്റ്റ് ചെയ്ത എന്റെ കാലൊന്ന് തിരുമ്പി തന്നേ. അങ്ങനെ നല്ല രീതിയിൽ പറയണം. ഒന്നും കൊണ്ട ഇങ്ങോട്ട് കൊണ്ട. സുഖമുണ്ടാ? ഉണ്ടോക്കളെ? നല്ല സുഖം. ചേട്ടൻ എന്താ ഇവിടെ പണി? നീയാണോടാ? ഞാൻ അപ്പുണ്ണി, ചേട്ടൻ്റെ അനിയൻ. അപ്പുണ്ണി രാവിലെ ഷോർക്കല്ലേ? ചേട്ടൻ ഞാൻ ഇടിച്ചു ഭിത്തി കഴിഞ്ഞു. ഓ, അപ്പൊ ചേട്ടൻ ഇവിടെ വന്നതും ഈ മേക്കപ്പ് സാധനങ്ങളൊക്കെ വലിച്ചു വാരിയിട്ടത് ഞാൻ ചേച്ചി പറയും. അയ്യോ ഞാൻ പേടിച്ചു പോയി. പറഞ്ഞു കൊടുക്കണം. എടാ അപ്പുണ്ണി ഒന്ന് വാടാ. എടാ അവളുമാരൊരു ടീമാടാ. അറിയാം. അപ്പൊ നമ്മള് വേണ്ട ഒന്നിച്ച് നിൽക്കാൻ. അങ്ങനെ തിരിച്ചു ബഹുമാനം കാണിക്കണം. ഞാൻ കോണിച്ചു വരാം. അല്ല എനിക്കെന്ത് തരും? നിനക്ക് എന്തു മാറ്റാൻ ചേട്ടാ? ഏറ്റവും വലുത് സെറ്റ്. ഓക്കെ, എന്നാ നമുക്ക് ഇവിടെ നരിച്ചു കൊടുക്കാം. നീ അത് നോക്കി. ഇതെന്താ സാധനം? അത് മറ്റേ അച്ഛമ്മേ കയ്യിലിട്ട കല്ല്. ഓ നല്ല കുറവുണ്ട് മക്കളെ. അങ്ങനെ പറയല്ലേ, നല്ലപോലെ അങ്ങ് കുറയട്ടെ. എന്നാ ഇച്ചിരി കൊണ്ട് എങ്ങനെയുണ്ടമ്മേ? കുറവുണ്ട് മക്കളെ. ഈ തൈലം ഒരു ഭയങ്കര സംഭവം തന്നെ കേട്ടോ. അതെ, ഈ തൈലം കിട്ടിയില്ലായിരുന്നെങ്കിൽ ഞാൻ കഷ്ടപ്പെട്ടു പോയനെ. അവിടെ ഇത് മേടിക്കാൻ വേണ്ടി ഉണ്ടല്ലോ, ഇങ്ങനെ തിയേറ്ററിലൊക്കെ ഈ സിനിമ വരുമ്പോ ക്യൂ നിൽക്കത്തില്ലേ, അതുപോലെ ആൾക്കാർ ക്യൂ നിൽക്കുകയാന്ന്.
ആണോ? പിന്നെ എന്തൊരു തിരക്കാന്നറിയോ? ഓ, ഞാൻ തന്നെ അച്ഛന്റെ പേര് പറഞ്ഞുകൊണ്ടാണ് ഇത് അങ്ങനെ അറേഞ്ച് ചെയ്ത് തന്നത്. ഏതച്ഛൻ്റെ ആടാ? വല്ലവരും കേട്ട വല്ലതും പറയും കേട്ടാ. എനിക്ക് ആ പടം ഒരച്ഛനല്ലേ ഉള്ളൂ. ആ അച്ഛന്റെ അതെ. അയ്യോ, നല്ല ഉഗ്ര സാധനമല്ലേ, നമുക്ക് കുറച്ചുകൂടെ മേടിച്ചു വെക്കാം. എന്തിന് ഇത്രോ ഇരിക്കുമല്ലേ? ഇത് എപ്പോഴും ആവശ്യം വരികയെന്ന് പറയാൻ പറ്റുമോ? ഇത് ഇത്രയല്ലേ ഉള്ളൂ. ഒരു കാലുവേദന വന്നാൽ തീരാനുള്ളതേ ഉള്ളൂ. കുറച്ചുകൂടെ മേടിച്ചു വെക്കണം. അമ്മ ഒന്നാമത് പ്രായമായിട്ട് വരുമല്ലേ, അമ്മയ്ക്ക് എപ്പോഴും ആവശ്യം വരുമെന്ന് എങ്ങനെ അറിയാം? ഒരുപാട് പൈസയൊക്കെ ആവൂല. പൈസ ഒരുപാട് കൊടുക്കേണ്ടി വരും. അച്ഛന്റെ പേര് പറഞ്ഞുകൊണ്ടാണ് ഇത്തവണ പകുതി വിലക്ക് കിട്ടിയത്. അടുത്തോണ ചെല്ലുമ്പോൾ ആ ഡിസ്കൗണ്ട് ഒന്നും പ്രതീക്ഷിക്കണ്ട, ഇരട്ടി വില കൊടുക്കേണ്ടി വരും. ഈ ഗുണ ഇരട്ടിയല്ലേ, പണം ഇരട്ടി കൊടുക്കാലോ. അമ്മയുടെ പൈസ ഇരിപ്പണ്ട് എടുത്ത് തന്നേക്ക്, ഞാനിപ്പോ ആ വഴി പോകുന്നുണ്ട്, മേടിച്ചോട്ട് വരാം. കുഞ്ഞൊന്ന് മറിക്കി അവനെ പൈസ എടുത്ത് കൊടുക്കട്ടെ. ഒന്ന് ഇവിടെ മാറി ഇങ്ങോട്ട്. ഞാൻ മൊത്തം തടവട്ട്. എടുത്ത് എന്നാ നീയും കൂടെ വാങ്ങോട്ട് വാ. ചെല്ല് ചെല്ല്, സൂക്ഷിച്ചു പോണേ. ആ, പൊക്കോളാം. എന്താ ഇന്ന് വലിയ സന്തോഷം? ഒരു കോളൊത്തിട്ടുണ്ടടി. ആഹാ, എന്നാ പിന്നെ കുടുംബശ്രീന്ന് വാങ്ങിച്ച പൈസ വേഗം തിരിച്ചു കൊടുക്കാം. നമുക്ക് പലിശ തിരിച്ചു കൊടുത്തേക്കാന്നേ. പലിശയൊന്നും വേണ്ട, പൈസ മാത്രം കൊടുത്താൽ മതി. അങ്ങനെയെങ്കിൽ അങ്ങനെ. നിനക്ക് എന്ത് വേണം? എനിക്കെന്തോന്നു? നിനക്ക് എന്തെങ്കിലും ഒരു സമ്മാനം, ഒരു പൊട്ടോ കമ്മലോ വളയോ മാലയോ അങ്ങനെ എന്തെങ്കിലും. ഒന്നും വേണ്ട. അങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ല, എന്തെങ്കിലും. എനിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞില്ലേ? നിന്റെ ഈ കയ്യിലെ കുപ്പിവളകൾ ഇങ്ങനെ നിരത്തിയിട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. മിന്നൽ വള കയ്യിലിട്ട പെണ്ണഴകേ, എത്തിത്തോടാൻ എത്തുകില്ല മാരിവില്ലാണ് നീ. മിന്നൽ വള കയ്യിലിട്ട പെണ്ണഴകേ, എത്തിത്തോടാൻ എത്തുകില്ല മാരിവില്ലാണ് നീ. പോയ അവിടെ ഇരുന്നേ. ഓ പിന്നെ നിനക്ക് എന്താ വേണ്ട പറ. എനിക്കൊന്നും വേണ്ടേ. അങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ലെന്ന്, എന്തെങ്കിലും മേടിച്ചേ പറ്റൂ, പറ. അമ്മക്ക് വാങ്ങിക്കൊടുത്താ തൈലം കിട്ടും. എന്തിന്? എന്റെ അച്ഛന് നടുവേദനയും മുട്ടുവേദനയെല്ലാം ഉള്ളതല്ലേ, ഒന്ന് വാങ്ങി അയച്ചു കൊടുത്താലോ? എന്താ? നീ നല്ല മോള. നിനക്ക് മാത്രമേ ഈ കുടുംബത്തെ എന്നോട് സ്നേഹമുള്ളൂ. അതൊക്കെ അത്രേ ഉള്ളൂ. പക്ഷെ അച്ഛമ്മ എന്നെ കാണേണ്ട പോലെ കാണണം. ഉവ്വ, കാണേണ്ട പോലെ തന്നെ കണ്ടോളാം. ഇവിടെ എന്തോ നല്ല പരിചയമുള്ളൊരു മണം. കണ്ടുകൂടെ തൈലം പുരട്ടുന്നത്? ഒന്ന് കാണിച്ച്. അയ്യോ, ഇതെന്നെ കാണാതെ പോയ ഹെയർ ഓയില്. ഓരോർക്ക എന്റെ പ്രകാശമോൻ കൊണ്ടു തന്നതാ, ഏതോ വിശിഷ്ടായ തൈലാന്ന് പറഞ്ഞു. ഇടി, നിനക്ക് നിന്റെ മണം മനസ്സിലായില്ലേ? എനിക്ക് മനസ്സിലായ, നേരത്തെ മനസ്സിലായതാ. നിന്റെ ഹെയർ ഓയിൽ ആ, ആയിരുന്നില്ലേ? പിന്നെ ഞാൻ ഉപയോഗിക്കുന്നതാണ്, എനിക്കറിയത്തില്ലേ? എവിടെ നോക്കട്ടെ. ഇന്ന് ഞാൻ അവനെ ശരിയാക്കും. അച്ഛന്റെ കാര്യം പോക്ക. കസ്തൂരി മണക്കുന്നല്ലോ കാറ്റേ നീ വരുമ്പോൾ. ഞാൻ അമ്മയെ നോക്കി വരുമായിരുന്നു. എന്തിന്? മറന്നുപോയോ? മുട്ടുവേനയ്ക്കുള്ള തൈലം മേടിക്കണ്ടേ, അതിനുള്ള പൈസ താ. കൊടുക്കച്ചമ്മ പൈസ. ആ താ. ഇതെന്തിനാ? ഈ സാമ്പിളിന്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. അവിടെ ചാക്കവും വൈദ്യുതി നിന്ന് പറഞ്ഞാൽ മതി. അമ്മയ്ക്കാന്ന് പറഞ്ഞാൽ അങ്ങനെ അപ്പം മരുന്നെടുത്ത് തരും. പൈസ കൊടു. വേണ്ടെന്നേ. നീ എന്നെ തലേ തേക്കുന്ന എണ്ണ ഞാൻ പറ്റിച്ചല്ലടാ. വേണ്ട, ഓടരുത്. മുട്ടുവേദനയുള്ള എന്റെ പൊന്നെ, മുട്ടുവേദനയുള്ള വീഴും വീഴും. ഏട്ടാ, നിന്നെ ഞാൻ ഇന്ന് ശരിയാക്കി തരാടാ. ഏട്ടാ, നീ ഇനി കുടുംബത്തെ കയറത്തില്ലടാ. അമ്പടാ, അവിടെ നിക്കടാ. നീ അങ്ങടാ കേറില്ലടാ. നീ ഇവിടെ കേറില്ലടാ. തുറക്കുന്നേ.
നടിയാ. അമ്മേ ആ മുറിയിരുന്ന് കുഴമ്പെടുത്തോടി നീ. എന്തോന്ന് നോക്കുന്നു ഇത്ര? ഇത് മുഴുവനെ തെറ്റിച്ചില്ലേ? എടി അത് അവിടെ കാണാത്തോണ്ടല്ലേ ഞാൻ നിന്നോട് ചോദിച്ചത്. ആ നിങ്ങളെ കോയമ്പൊന്നും കണ്ടിട്ടില്ല. നിന്റെ കുടുംബശ്രീയിൽ ഇതൊന്നും എഴുതാൻ വേറെ ആരും ഇല്ലേടി? എൻ്റെ അമ്മ എന്നെ പോലെ കഴിവുള്ള ആരാ ഉള്ളത്? അതുകൊണ്ടല്ലേ എന്നെ പിടിച്ച് ഈ സ്ഥാനത്തല്ലേ എത്തിയത്. ഇത്ര ഗതികെട്ടാണോ ഇതിവിടെ ഈ കുടുംബശ്രീ? നീ എന്തുവാടി നോക്കുന്നത്? അല്ല ഇത് 1 ആണോ 7 ആണോ എന്നൊരു സംശയം പോലെ. ഇത് 7 അടി കൊച്ചേ. അല്ല അല്ല ഇത് 1 തന്നെയാന്ന്. അല്ലാന്നേ അത് 7 ഓ കണ്ടുപിടിക്കില്ലേ നിനക്ക്? കണ്ടോ ദേ സത്യം. പിന്നെ ഫോൺ അടിക്കുമ്പോ അല്ലേ സത്യമല്ലേ? ആ മോളെ സരിതേ, എന്തുണ്ടടി വിശേഷം? ഓ സുഖമായിരിക്കുന്നു. അവിടെ എങ്ങനെയൊക്കെ ഉണ്ട്? ആ ഓ ഇവിടെ പിള്ളേരൊക്കെ പോയിടി, പണിക്കൊക്കെ പോയി. അവനവിടെ അങ്ങനെ പുറിയിലുണ്ടാവും. ശരി ശരി. എപ്പ ഇന്നോ? ഇന്ന് വരുമോ? എനിക്ക് എന്തിനടി ഇതൊക്കെ മേടിച്ചു കൊടുത്തായിരുന്നു? ചുമ്മാ വേറെ പണിയൊന്നുമില്ല, ആശുകളാണ്. ആ ശരി, ഞാൻ വരുമ്പോൾ മേടിച്ച് വെച്ചേക്കാം. ആ ഓക്കെ. എൻ്റെ മോള് സരിത അടി വിളിച്ചത്. ഏത് സരിത? ഞാൻ പറഞ്ഞില്ലടി എന്നെ മോളാ സരിത. നിനക്ക് ചെവിടും കേട്ടൂടതായോ? ഓ സരിത. ആ സരിത. നിനക്ക് എത്ര സരിതമാരെ അറിയാമെങ്കിൽ തന്നെ. എനിക്ക് കുറെ സരിതമാരെല്ലാം അറിയാം. ഒരുപാട് സരിത. എന്തിനാ വിളിച്ചേ? അതെ, എനിക്കൊരു സർപ്രൈസ് വരുന്നുണ്ട്. എന്ത് സർപ്രൈസ്? അതെ അത് ഞാൻ വരുമ്പം പറയാം. അവൾക്ക് എന്തെങ്കിലും പൈസക്ക് ആവശ്യം ഉണ്ടാവും. പിന്നെ പൈസക്കൊന്നും വരടി, വരുമ്പോ കണ്ടാ മതി നീ കേട്ടാ. ഞാൻ എന്ത് കാണാൻ വേണ്ടി? നീയോ എനിക്കൊന്നും വാങ്ങിച്ചു തരുന്നില്ല. മറ്റുള്ളവർ എന്തെങ്കിലും വാങ്ങിച്ചു തരുന്നു പറഞ്ഞുകൊണ്ട് നീ ഇങ്ങനെ അസൂയപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. അതമ്മ കിട്ടുമ്പോ പഠിച്ചോളൂ. ആ കിട്ടുമ്പോ പഠിച്ചോളൂ. ഓ നീ എന്നെ കുറെ പഠിപ്പിക്കാതിരിക്കുമല്ലേ? നിന്റെ കുറച്ചിൽ കേട്ടാ ഇപ്പൊ എല്ലാം നീ അങ്ങോട്ട് എനിക്ക് വാങ്ങിത്തരുന്നു. അപ്പൊ ഓടി വേണേ. അവരാവശ്യം വരുമ്പോ മാത്രല്ലേ അവര് കൊറിയറും അതും ഇതൊക്കെ അയച്ചിരുന്നത്. ആ എടി, സ്നേഹം കൊടുത്താലേ ഇങ്ങോട്ടും സ്നേഹം തിരിച്ചു കിട്ടുള്ളൂ. അല്ലാതെ നിന്നെ പോലെ എപ്പോഴും എന്നെ കടിച്ചു കീറാൻ വരുന്ന പോലെ നിന്നിട്ട് കാര്യമൊന്നുമില്ല. എപ്പോൾ നോക്കിയാലും എൻ്റെ നേരെ ഗീരിയും പാമ്പുമായിട്ട് വരും. ഇല്ലാത്ത നോടെ എല്ലാം കൂടെ ചെറുക്കനോട് പറഞ്ഞു കൊടുത്തും പിള്ളേരോട് പറഞ്ഞു കൊടുത്തും എന്നെ അങ്ങോട്ട് ഈ വീട്ടിൽ ഒറ്റപ്പെടുത്തല. അതല്ലേ നിന്റെ പണി. അപ്പൊ ഞാൻ അമ്മേനെ സ്നേഹിക്കുന്നില്ല? ഓ സ്നേഹം കിടക്കുക ഇങ്ങോട്ട് ഒച്ചിക്ക്. എന്നാ പിന്നെ സ്നേഹിക്കുന്ന മോളെയും വിളിക്ക്. ആ അവള് വരും. ഞാൻ ഒറ്റ വിളിച്ച അവൾ ഇവിടെ വരും. എനിക്കറിയാൻ മേലേ. അല്ല നിന്നെ പോലെ ഞാൻ വന്ന പിറ്റേന്ന് തന്നെ എല്ലാ സാധനവും എടുത്തിട്ട് പോകുന്ന കട ഇടുന്നു. ആര്? നിങ്ങളെ മോള്. അവക്ക് പിന്നെ അവരുടെ കുടുംബത്തിൽ പോകേണ്ടി. നീ എന്ത് വർത്താനം അടി വേണ്ട പറയുന്നു? ഇവിടെ തന്നെ പൊറുക്കാണോ? നിന്നെ കൊണ്ടോ എനിക്ക് പുറത്തു മുട്ടി. ഓ നോക്കുന്ന നോട്ടം കണ്ടില്ലേ? ഞാൻ നാളെ എന്റെ വീട്ടിൽ പോട്ടാ. അയ്യോ ഇത് കുറെ നാളായി ഞാൻ കേൾക്കുന്നു. ഞാൻ അങ്ങോട്ട് പോകുന്നു. എന്തേ പോവാത്ത? ഇവിടെ കുത്തിയിരിക്കല്ലേ? ഞാൻ പോയി കഴിഞ്ഞാല് നിങ്ങൾ നിങ്ങളെ മോനെയും മക്കളെയും നോക്കിക്കോ. ആ എന്റെ മകനും ഞാനല്ല പിന്നെ ആരടി നോക്കുന്നത്? കരക്കാരും ഒന്ന് നോക്കൂ. ഞാനല്ലാതെ? ഞാനാ അവനെ പ്രസവിച്ച്. പിന്നെ ഞാൻ നോക്കട്ടെ എന്റെ കൊച്ചിനെ. അമ്മ എത്ര മണിക്കാ ഉറങ്ങി എണീക്കുന്നേ? വയസ്സാം കാലാകുമ്പോ ഇത്തിരി താമസിക്കും. വയസ്സൊക്കെ ആയിടി വേണ്ട എനിക്ക്. പിന്നെ നോക്കുന്നേന്ന് പറയരുത്. ആരെ 5 മണിക്ക് എണീച്ചിട്ട് ചായ വെക്കുന്നത്? ഓ ഒരു 5 മണിക്ക് എഴുന്നേറ്റ് ചായ വെക്കുന്നതിന് ഇത്രയും തുടർന്ന് പറയണോ? എനിക്കറിഞ്ഞൂടാ. ഞാൻ എത്ര മണിക്കാ ഉറങ്ങുന്നത്? ഞാൻ നീ ഉറങ്ങുന്ന നോക്കിക്കൊണ്ടിരിക്കലല്ല എന്റെ പണി. പിന്നെ നിങ്ങൾ എന്തിനാ പറയുന്നത് ഞാനാ നോക്കുന്നേന്ന്? അയ്യോ ഇവിടെ ജീവിക്കാൻ അനുവദിക്കില്ലേ? അല്ല എനിക്കറിയാൻ വേണ്ടി വെക്കുക. നീ എന്തിന്റെ പുറപ്പാടി പാടില്ലേ? നിനക്കൊന്ന് മര്യാദക്ക് ഈ കുടുംബത്തിൽ ജീവിക്കാവോ? അല്ല എന്റെ തനി ഉറങ്ങാണ്. അവള് വിളിച്ചിട്ട് ഇപ്പൊ എന്താ പറഞ്ഞെന്നേ? എന്നെ കുറ്റം പറഞ്ഞെന്നാ? നീ കേട്ടാ? അതുകൊണ്ടല്ലേ ഇപ്പൊ എന്നോട് ഇങ്ങനെ ഷൗട്ട് ചെയ്യുന്നേ? നീ മിണ്ടാതെ. അവൾ എന്താ പറയുന്നത് നീ കേട്ടോ? കേട്ടില്ല. ആഹാ കേൾക്കാത്ത കാര്യം വിളിച്ചു പറയുന്നതാണ് നിന്റെ. ഇല്ലാത്ത കാര്യം ഒന്നും പറയണ്ട. നിനക്ക് എവിടെ നോക്കിയാലും കുറ്റം മാത്രമേ ഉള്ളൂ. ആരോ അവിടെ ഒന്നും മിണ്ടിയ എന്റെ കുറ്റമാണ് പറയുന്നത്, ഇവിടെ മിണ്ടിയ എന്റെ കുറ്റമാണ് പറയുന്നത്. എന്തിനാടി? എന്തിനാ എവിടെ കിടന്ന സാധനത്തിനെ എന്റെ മോൻ കൊണ്ടുവന്ന്? ഈശ്വരോ, എന്റെ സ്വർണ്ണം എല്ലാം തിരിച്ചു തന്നെ. അലമാരയിൽ എടുത്തു വെച്ചിട്ടില്ലേ? അലമാരി എടുത്തു വെച്ചിരിക്കുന്ന സ്വർണം നിനക്ക് ഞാൻ തരാനോ? തന്നെ, ഞാൻ പോയിക്കോളാം.
എന്തു പറയുന്നത്? അത് ലോക്കറിലിരിക്കുക, അത് മാത്രോ? ഇപ്പൊ സ്വർണത്തിന്റെ ഒക്കെ വില എന്താ? ഇനി ഇതിപ്പോ ഞാൻ എല്ലാം കൂടെ അവക്ക് എടുത്തു കൊടുക്കണോന്ന്. നിങ്ങൾക്ക് ലോക്കറിൽ വെക്കാൻ എന്റെ അച്ഛനമ്മയും സ്വർണം തന്നെ? എടി ലോക്കറി വെക്കുന്ന വെച്ച് ഭായിമാരുടെ കേന്ദ്രമാ. വലിയൊരു അടിച്ചോണ്ട് പോലെ എന്നെ തല്ലിയിട്ടു. അതാ അത് അവിടെ കൊണ്ട് ലോക്കറി വെച്ചിരിക്കുന്ന. അല്ലാതെ നിനക്ക് പെട്ട് ഒരുങ്ങി നടക്കാനല്ല. അപ്പൊ സ്വർണത്തിന്റെ വിലയല്ലേ നിങ്ങൾക്ക് അറിയാം? ആ എനിക്കറിയാം സ്വർണത്തിന്റെ എന്നിട്ട് അന്യാന്റെ കെട്ടിയോനെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്. ആ നിന്റെ കെട്ടി എപ്പോഴും എന്റെ കെട്ടിയോൻ എന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല. അത് എന്റെ മകൻ കഴിഞ്ഞാൽ നിനക്ക് നിന്റെ കെട്ടിയോനാവുള്ളൂ. അത് മനസ്സിലാക്ക്. അപ്പൊ നോക്കിയാല് എന്റെ കെട്ടിയോൻ പൊന്നെ, ഇവളെ ഞാൻ ഇന്ന് തല്ലി കൊന്നില്ല, ഞാൻ ഇനി ഈ ഭൂമിയിൽ ജീവിക്കില്ല. എന്തിനാ മരുമക്കളെ അടി കൊണ്ട് ജീവിക്കുന്ന നാശം കൊട്ടവളെ. എന്നാലും അച്ഛമ്മ പറഞ്ഞ പോലെ അപ്പ ചേച്ച കൊറിയയിൽ എന്തുമായിരിക്കും? ആർക്കറിയാം? ഇനി വല്ല വിലപിടിപ്പുള്ള സാധനം വല്ല ആയിരിക്കും. വിലപിടിപ്പുള്ളത് ഇവിടെ നിന്ന് അടിച്ചോണ്ട് പോകാനേ സാധ്യതയുള്ളു. എന്റെ ചേച്ചി അച്ഛമ്മ രാവിലെ മുതൽ ആ കൊറിയറും കാണത്ത് ഇരിക്കുവോ ഫ്രണ്ടില്. ഇതിപ്പോ നിനക്കാണല്ലോ ഇരിക്കെ വെറുതെ ഇല്ലാത്ത. അത് എന്താണെന്ന് അറിയില്ല, അതിനകത്ത് എന്താണെന്ന് അറിയാത്തത് കൊണ്ടേ ഒരു ഇത് ഉള്ളില്. ഏത് ഡയറക്ക മിണ്ടാണ്ടിരുന്നു അവിടെ. ഞാൻ വായ്പൂട്ടിയിലെങ്കിലും ചേച്ചി എന്ത് ചെയ്യോ? ഈ സാധനം ബെഡ്ഷീറ്റ് എടുത്ത് വായിൽ കുത്തി കെട്ടിരിക്കും. പിന്നെ നിൽക്കണ അവിടെ. എടീ ഒരു ഐഡിയ ഉണ്ട്. ആ പറ പറ പറ. നമുക്ക് അപ്പച്ചീനെ വിളിച്ചു ചോദിച്ചാ പോരെ? അപ്പച്ചീനെ നല്ല ഐഡിയ ആണ്, പക്ഷെ ആര് വിളിക്കും? നീ വിളിക്കും. ഞാനൊന്നും വിളിക്കത്തില്ല. ചേച്ചിയാണെങ്കിൽ വിളിക്കും. ഞാൻ വിളിച്ചു ശരിയാവില്ല. പിന്നെ എന്ത് ശരിയാവാത്തത്? എന്റെ അടുത്ത് UK പോണ ആരെയും ജോലിയുടെ ആയിരിക്കും ചോദിക്കും. അതൊന്നും ശരിയാവില്ല. ഓ ഈ എന്റെ അടുത്ത് എന്നെ വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ അതൊന്നും ചോദിക്കത്തില്ലല്ലോ. ആ വിളിച്ച കാര്യം അറിയാം, അത്രേ ഉള്ളൂ. എന്നാലേ ഞാൻ ഒരു ഐഡിയ പറയട്ടെ. നീ ഒന്നും പറയണ, നീ അവിടെ മിണ്ടാണ്ടിരിക്കാൻ ഞാൻ പറഞ്ഞല്ലോ. എടി അവൻ പറയട്ടെ. ആ പറ. നമുക്കേ അമ്മയെ കൊണ്ട് വിളിപ്പിച്ചാലോ? ഇന്ന് നമുക്ക് മാറ്റർ നൈസായി അറിയാം. അമ്മേനെ കൊണ്ടോ? അമ്മേനെ കൊണ്ടൊന്നും പറ്റത്തില്ല, വേണ്ട. എടി അവൻ പറഞ്ഞേലൊരു കാര്യമുണ്ട്. നമുക്ക് ആ വഴി ഒന്ന് നോക്കിയാലോ? മിണ്ടാണ്ടേരി എന്ന് പറഞ്ഞ ആൾക്കാർക്ക് ഇനി ഞാൻ തന്നെ വേണല്ലേ ഐഡിയ പറഞ്ഞുതരാൻ. എന്റെ പൊന്നോ, സമ്മതിച്ച്, നീ ഭയങ്കര ബുദ്ധിമാനാ. ഇനി മുതലേ എന്നെ അങ്ങനെ വിളിക്കണം. ഓ ആയിക്കോട്ടെ, ബുദ്ധിമാൻ. ഇന്ന പോലെ വാ, ഞാനും വരാ. നീ വരണ്ട, അവിടെ ഇരുന്നാ മതി കേട്ടാ. ഞങ്ങള് പോക്കാം. പാടി. അമ്മ എന്തെന്ന് ലിപ്സ്റ്റിക് ഇടാഞ്ഞേ? ഓ ഞാനതൊന്നും കണ്ടില്ലടി, നീ എടുത്തായിരുന്നു അത്? ആശയുടെ എനിക്ക് ചേരൂല. ഞാൻ വേറെ കളർ ഓർഡർ ഇട്ടിട്ടുണ്ട്. അതിൽ നിന്ന് ഒന്ന് ഞാൻ അമ്മക്കും തരും. ആണോ? നീ ഓർഡർ ഇടുന്ന എനിക്ക് വേണ്ട, എനിക്ക് ചൊറിയാനല്ലേ, വേണ്ട. കമ്പനി സാധനം 2000-3000 രൂപയുടെ. 2000-3000 രൂപയുടെയോ? എവിടുന്ന് അതിനുള്ള പൈസ? അതിൽ ഞാൻ കുടുംബശ്രീന്ന്. കുടുംബശ്രീന്ന് അത്ര രൂപ കിട്ടുമോ? എല്ലാം കിട്ടും. എന്നാ മേടിച്ചോടി, എന്നാ മേടിച്ചോ. നീ മേടിച്ചോടി, 1-2 ഒക്കെ മേടിച്ചോ, ഒരു കുഴപ്പമില്ല. നല്ല വൃത്തിയിൽ ഒരുങ്ങി കിടക്കണം നമുക്ക്, അല്ലേ? സുന്ദരിമാർ രണ്ടും കൂടെ പച്ചക്കറി അരിഞ്ഞോണ്ടിരിക്കുക. ഇതെന്തോന്നാടാ ഇത്? ഇതാണ് കൂൺ, മഷ്റൂം. നമ്മുടെ വേണുക്കുട്ടൻ കാട്ടിൽ നിന്ന് പറിച്ചുകൊണ്ട് പോവാ. എന്റെടാ അതൊന്നും തിന്നരുത് കേട്ടോ, തിന്നാൻ കൊള്ളൂല. എന്റെ അമ്മ അവന്റെ വീട്ടിൽ ഡെയിലി വെച്ച് കഴിക്കുന്ന ഉഗ്ര സാധനമാണ്. എന്നാ കൊണ്ട് തിന്നു നോക്ക്, എന്നിട്ട് വല്ലയിടത്തും വയറിളകി കിടക്കാം. എന്തേ അങ്ങനെ പറഞ്ഞത്? എടാ അത് കാട്ടിലെ വല്ലൊരു വരുത്ത് തിന്നുവോ? അമ്മ വില കൂടിയ സാധനമാ. എടി നീ ഒന്ന് നോക്കിക്കേ. നോക്കട്ടെ. ഇത് നല്ലതാണല്ലോ. ഞാൻ പറഞ്ഞ നിനക്ക് വിശ്വാസമായില്ലേ? എന്നല്ലമ്മേ, രണ്ടുപേരുള്ളപ്പോ ഒരാളുടെ കൂടെ അഭിപ്രായം ചോദിക്കാമല്ലോ, അത്രേ ഉള്ളൂ. എന്നാ ചെല്ല് 2 പേരും കൂടെ തിന്നിട്ട് പോവാ. അതെ, അമ്മയുടെ ഒരു സ്പെഷ്യൽ ഈ കൂൺ കറിയില്ലേ, അമ്മ ഒന്ന് വെച്ച് തരാം. എനിക്കങ്ങ് പൂങ്കറിയും വെക്കാൻ മേല, ഒരു കുന്തവും വെക്കാൻ മേല. നീ വേണമെങ്കിൽ കൊണ്ട് വെച്ച് തിന്നടാ. പ്ലീസ് അമ്മേ. വേണ്ടെന്നേ, ഞാൻ വെച്ചുണ്ടാക്കി തരാം. ചെല്ല്. നല്ല ടേസ്റ്റിൽ ഫോളോ മീ. കഴിക്കാൻ നേരത്ത് വന്നേക്കണം, തരിക. നമുക്കേ തേങ്ങ വറുത്തരച്ച് വെച്ചാ പോരെ? വേണ്ട, ചിക്കിയാലും മതി. എനിക്ക് പറ്റാവുന്നത് പോലെ വെച്ച് തരുള്ളൂ. വേണമെന്ത് കഴിച്ചാൽ മതി. വേണം വേണം, എന്റെ ചക്കര എന്തുണ്ടാക്കിയാലും ഞാൻ കഴിക്കും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ,
ചോദിക്കും. സത്യം പറയൂ. നിന്നോട് ഞാൻ ഇന്ന് വരെ സത്യമല്ലാതെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അമ്മയ്ക്കാണോ കൈപ്പുണ്യം കൂടുതൽ, എനിക്കാണോ? അങ്ങനെ ചോദിച്ചാ പറയാൻ കഴിയുന്നില്ല അല്ലേ? അമ്മയ്ക്കും കൈപ്പുണ്യമുണ്ട്, നിനക്കും കൈപ്പുണ്യമുണ്ട്. രണ്ടും രണ്ട് സ്റ്റൈൽ, ഒരു ജനറേഷൻ ഗ്യാപ്പ്. എന്നാലും അമ്മേനെ വിട്ടു പറയില്ല അല്ലേ? അമ്മ എങ്ങനെയാണ് വിടുന്നത്? അമ്മ എൻ്റെ അമ്മയല്ലേ, നീ എൻ്റെ പുന്നാര പ്രണയിനിയല്ലേ. പ്രണയിക്കാൻ തുളുമ്പി നിൽക്കുന്ന ഒരു ഹൃദയമായിട്ട് നിൽക്കുന്ന ഒരു പാവം ഭർത്താവാ ഞാൻ. ചട്ടവും പാപ്പിച്ചിട്ട് വെക്കുവാ ഞാൻ. എന്നാലും എൻ്റെ പ്രേമത്തിന് ഒരു കുറവ് സംഭവിക്കില്ല. കണ്ണിനുള്ളിൽ നീയാണ്, കണ്ണടച്ചാൽ നീയാണ്, കൺതുറന്നാൽ നീയാണ് പുഷ്പേ പുഷ്പേ.